കുഞ്ഞിരാമായണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോധ ഇന്ന് തിയേറ്ററുകളിലെത്തി. ഗുസ്തി പ്രമേയമാക്കി മലയാളത്തിൽ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു മുഴുനീള സിനിമ അതും ഗുസ്തിയെ ബേസ് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. അതും ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ലീഡാക്കി. ഗുസ്തിയുടെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. കേരളത്തിലെ ഒരു കുഞ്ഞു ഗ്രാമമായ മനയത്ത് വയലാണ് കഥ നടക്കുന്ന സ്ഥലം. ഗുസ്തി പാരമ്പര്യമുള്ള ഒരു നാടാണ് ഈ മനയത്ത് വയൽ. അവിടെ ഇന്ന് പക്ഷേ പുതിയ തലമുറയിലുള്ള ആർക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഈ ഗുസ്തിക്ക് പകരം അവിടെ സ്ഥാനം പിടിച്ചു. ഇപ്പൊ പഴയ തലമുറയിലുള്ള കുറച്ചു പേര് മാത്രമാണ് ഈ ഗുസ്തിയോട് ഇഷ്ടത്തോടെ നടക്കുന്നത്. അതിലൊരാളാണ് രഞ്ജി പണിക്കർ അവതരിപ്പിക്കുന്ന ക്യാപ്റ്റൻ എന്ന കഥാപാത്രം. ഇത് ക്യാപ്റ്റന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ മകനായ ആഞ്ജനേയ ദാസിനെ അവതരിപ്പിക്കുന്നത് ടൊവിനോയാണ്. പഞ്ചാബുകാരിയായ അതിഥി സിംഗായി വാമിഖയും എത്തുന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്ങിലൂടെ രഞ്ജി പണിക്കർ തന്നെയാണ് ഈ ചിത്രത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. മലയാളം അറിയാത്തൊരു നായികയാണ് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാമിഖയും മികച്ചു നിന്നു. ക്ലൈമാക്സിന് തൊട്ടു മുമ്പുള്ള ടൊവിനോയുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വാമിക ഗബ്ബി എന്ന പഞ്ചാബി പെൺകുട്ടിയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഇത്. സിനിമയ്ക്ക് വേണ്ടി ടൊവിനോ ഒരാഴ്ചത്തെ റെസ്ലിംഗ് ക്യാമ്പൊക്കെ നേരത്തെ അറ്റൻഡ് ചെയ്തിരുന്നു. പാർവതി, അജു വർഗീസ്, ധർമ്മജൻ, ബിജുക്കുട്ടൻ, മാമുക്കോയ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. സ്ഥിരം കേട്ട് പരിചയമില്ലാത്ത കുറെ കോമഡി ഈ ചിത്രത്തിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും തിരക്കഥ കുറച്ച് വീക്കായോ എന്നൊരു സംശയം തോന്നാം നമുക്ക്. എങ്കിലും ബേസിലിന്റെ ഡയറക്ഷൻ രണ്ടാം വരവിലും ഗംഭീരമാക്കി. ഷാൻ റഹ്മാന്റെ പാട്ടുകളെല്ലാം ഇതിനോടകം തന്നെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ്. വിഷ്ണു ആണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ. പഞ്ചാബിലും കേരളത്തിലുമായിട്ടൊക്കെ ആയിരുന്നു ചിത്രത്തിന്റെ ലൊക്കേഷൻ. അത് വളരെ മികച്ച രീതിയിൽ വിഷ്ണു തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. കുറെ നിഷ്കളങ്കരായ മനുഷ്യരെയും ഗുസ്തിയും സ്നേഹവും നിറഞ്ഞ മനയത്ത് വയലിലെ കാഴ്ചകൾ കാണാൻ തീർച്ചയായിട്ടും നമുക്ക് കുടുംബത്തോട് തന്നെ പോവാം. ഒരിക്കലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയല്ല ഗോധ. Wow.